ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് കാണാം നമുക്ക്. അപ്പോൾ ഏറ്റവും 2 കപ്പ് ഞാനാണെങ്കിൽ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുതിർത്തി ഒരു 4 മണിക്കൂറത്തേക്ക് കുതിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. നല്ല സ്മൂത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു ബൗളിൽ ഒരു കട്ടോരിക്ക് ഇച്ചിരി വെള്ളം എടുക്കുക. എന്നിട്ടാണെങ്കിൽ അത് ഇച്ചിരി എടുത്ത് നമുക്കൊരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി. അത് മേളെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പെർഫെക്റ്റായിട്ട് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് ബാക്കിയുള്ളതും അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാണെങ്കിൽ ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് ഒന്ന് കൂളാവാനായിട്ട് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സവാള എടുക്കാം. സവാള ഞാൻ പൊടിയായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച് ഇച്ചിരി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇച്ചിരി സ്പൈസി കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം ഒരു റോൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഹോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നല്ല ചൂടായിരിക്കുന്ന എണ്ണയിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തെട്ടപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിൻ്റെ അടുത്തത് ഇതുപോലെ നമുക്ക് പതുക്കെ തിരക്കൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ വേണം, കയ്യിൽ എണ്ണയൊക്കെ തെറിക്കാതെ വേണം ചെയ്യാനായിട്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേണം ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളാണ്. ഇന്നത്തെ കോക്കനട്ട് ചട്നിയോട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി ഉഴുന്നുവട റെസിപ്പിയെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്.